ഹലോ, എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ സ്റ്റഡി സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ കലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോശങ്ങളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. കോശം എന്തായിരുന്നു? കോശങ്ങൾ ഏതൊക്കെയായിരുന്നു? കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു ജീവിയെ എടുക്കുകയാണെങ്കിൽ ആ ജീവിയുടെ ശരീരം മുഴുവൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതം അല്ലേ. സോ ദശലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു യൂണിറ്റ് എന്ന് പറയാം ആരെ? സെല്ല് അല്ലെങ്കിൽ കോശത്തിന്. ഓക്കെ, സോ കോശങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ്, അതായത് വ്യത്യസ്ത തരം കോശങ്ങളുടെയല്ല, പകരം സമാന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലകൾ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, കോശങ്ങൾ പലതരത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, നാഡീകോശം. ഒരു എക്സാമ്പിളാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ ഈ ന്യൂറോൺ എന്ന് പറയുന്ന ഇത് ഒറ്റൊന്നല്ലല്ലോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ കൈ ഒരു തീയിൽ തൊടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഉൾവലിക്കാൻ കാരണം അവിടെ നിന്ന് മെസ്സേജ് പോവുകയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലേ. എന്ത് മെസ്സേജാണ് പോകുന്നത്? ചൂടാണ് എന്നുള്ള മെസ്സേജ് പോകുന്നു. അപ്പം തിരിച്ച് നമുക്ക് എന്തും തരണം, റെസ്പോൺസും തരണം അല്ലേ. അതായത് കൈ വലിക്കാനുള്ള റെസ്പോൺസ് ബ്രെയിനിന് തിരിച്ച് വരും വേണം. സോ ഇങ്ങനെ ഇത്രയും നമ്മുടെ കൈ മുതൽ തല വരെ ആ ഒരു റെസ്പോൺസ് പോകണം. നമ്മുടെ കൈയിൻ്റെ മുകളിൽ മാത്രമല്ല ഉള്ളത് അല്ലേ, പകരം നമ്മുടെ ശരീരം മൊത്തമായിട്ട് എന്തുണ്ട്? ഈ ന്യൂറോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? കേൾക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്, സ്പർശിക്കാൻ പറ്റുന്നത്, രുചിക്കാൻ പറ്റുന്നത്, മണക്കാൻ പറ്റുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ്. സോ അപ്പം നമുക്കറിയാം, ഒറ്റൊരു ന്യൂറോൺ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല അല്ലേ. ഒരുപാട് ന്യൂറോണുകൾ അല്ലെങ്കിൽ ഒരുപാട് നാഡീകോശങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു കൂട്ടത്തെ, അതായത് ഈ നാഡീകോശങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കലകൾ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കലകൾ. ഓക്കെ, സോ നാഡീകോശം എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? നാഡീകലകൾ എന്ന് വിളിക്കുന്നത്. സോ നാഡീകോശത്തിൻ്റെ ഒരു കൂട്ടമാണെന്ത്? നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കലകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കലകൾക്കൊരു ഡെഫിനിഷൻ നമ്മൾ എങ്ങനെ പറയും? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും പിന്നെ പ്രത്യേക ധർമ്മം, ഒരു പ്രത്യേക ധർമ്മം, അതായത് അതിൻ്റെതായ മാത്രം ധർമ്മം, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കൂട്ടം കോശങ്ങളിലെ സമാന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇത് മറക്കരുത്, കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? കലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഒറ്റൊരു കോശത്തിൽ നിന്നാണ് അല്ലേ. ഒരൊറ്റ കോശം, അതിനെ നമ്മൾ സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്നാണ് പറയുക. സോ ഇതിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത് അല്ലേ. സോ ഈ ഒരു കോശത്തിന്, ഈ ഒരു സിക്താണ്ഡത്തിന് എന്താണ്? അതിൻ്റെ ഘടനയിലും അതേപോലെ തന്നെ ധർമ്മത്തിലും ഓരോ സെല്ലായിട്ട് മാറുന്നുണ്ട്, ഓരോ കോശമായിട്ട് മാറുന്നുണ്ട് ഈ സിക്താണ്ഡം അല്ലേ. സോ ഘടനയിലും ധർമ്മത്തിലും എന്ത് വരുന്നു? വൈവിധ്യം കൈവരിക്കുന്നു. അങ്ങനെ വൈവിധ്യം കൈവരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോശവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഏത് കോശമായും, അപ്പം ഇവിടെ നമുക്കൊരു
ഒരു കൂട്ടം സെല്ലിനെ കാണാം അല്ലേ, ഒരു കൂട്ടം സെല്ലാണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്ത് കോശം. അതിനെ നമ്മൾ വിളിക്കുന്നത് വിത്ത് കോശം. വിത്ത് കോശം അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ. സോ ഈ വിത്ത് കോശത്തിന് എന്തിനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്? ഏത് കോശമായിട്ട് വേണമെങ്കിലും മാറാം. അത് ഇൻഡസ്റ്റൈനിൽ, അതായത് നമ്മുടെ ചെറുകുടലും വൻകുടലും ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഇൻഡസ്റ്റൈനൽ സെൽസായിട്ട് മാറാം, അല്ലെങ്കിൽ കരളിലെ സെൽസായിട്ട് മാറാം, അല്ലെങ്കിൽ എന്താണ് പേശി സെൽസായിട്ട് പേശി കോശങ്ങളായിട്ട് മാറാം. ഓക്കെ, പേശി കോശങ്ങളായിട്ട് മാറാം, അല്ലെങ്കിൽ രക്തകോശങ്ങളായിട്ട് മാറാം, അല്ലെങ്കിൽ എന്തായിട്ട് മാറാം, നാഡീകോശങ്ങളായിട്ട് മാറാം. അങ്ങനെ ഏത് കോശങ്ങളായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ മൂലകോശങ്ങൾ എന്നും ഇതിനെ എന്ത് വിളിക്കും? സ്റ്റെം സെൽസിനെ വിളിക്കും മൂലകോശങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പേരാണ് സ്റ്റെം സെൽസിനുള്ളത്? വിത്ത് കോശം, മൂലകോശം. ഓക്കെ, അതായത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതിയ കോശമായി മാറാൻ, ഏതൊരു കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ്. അപ്പം നമുക്കിവിടെ എഴുതാം, ഏതു കോശമായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? വിത്ത് കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ വിചാരിക്കുകയാണ് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ, അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? കോശങ്ങൾ നശിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അത് നശിക്കുന്ന സമയത്ത് അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? വിത്ത് കോശത്തിൽ നിന്നാണ്. ഓക്കെ, ഈ വിത്ത് കോശത്തിൻ്റെ അപ്പം ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നു. എപ്പോൾ? പഴയത് നശിക്കുമ്പം. പിന്നെ ഒന്ന് നമുക്ക് എന്ത് പറയാം? കൃത്രിമ അവയവ രൂപീകരണത്തിന് സഹായിക്കുന്നു. പിന്നെന്താണ്? ഇതെവിടെയാണ് എവിടെയൊക്കെ കാണാം? നമുക്ക് എവിടെയൊക്കെ കാണാം? മജ്ജ, ത്വക്ക്, അന്നപഥം ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് കോശങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ഒരുപാട് കലകളെ കാണാം. കാർട്ടിലേജ് ടിഷ്യൂ അല്ലെങ്കിൽ കാർട്ടിലേജ് കലകൾ, അഡിപ്പോസ് കലകൾ, നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡി കലകൾ, ബോൺ ടിഷ്യൂ അല്ലെങ്കിൽ അസ്ഥി കലകൾ, ബ്ലഡ് രക്തം, പിന്നെന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആവരണ കലകൾ, മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പേശി കലകൾ, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യോജക കലകൾ. അങ്ങനെ ഒരുപാട് കലകൾ നമ്മുടെ ബോഡി തന്നെ ഉണ്ടായിരിക്കുന്നത് അനേകം ടൈപ്പ് കോശങ്ങൾ കൊണ്ടാണ്. സോ ഈ കോശങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കലകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസിലേക്ക് പോവാം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജന്തുകല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഓക്കെ. സോ നമ്മളിനി വിവിധ തരം കലകളാണ്. സോ കലകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ കലകൾ? സമാന കോശകൂട്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന സമാന കോശകൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലകൾ എന്ന് പറയുന്നത്. ഈ കലകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെ എഴുതിയിരിക്കാം? ഒന്ന് ജന്തു കലകൾ, രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പറയാം? സസ്യകലകൾ എന്ന് പറയാം. ജന്തുകലകൾ, സസ്യകലകൾ. സോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ജന്തുകലകളിൽ ഏതൊക്കെയാണ്? ആവരണകല, പിന്നെന്താണ്? നാഡീകല, പിന്നെ ഏതാണ്? പേശികല, പിന്നെന്താണ്? യോജക
കല. ഇനി സസ്യകലകൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സസ്യകലകളിൽ. ഒന്ന് ലഘുകലകളും ലഘുകലകൾ, പിന്നൊന്ന് ഏതാണ്? സങ്കീർണ കലകൾ എന്ന് പറഞ്ഞിട്ട്, ലഘുകലകൾ, സങ്കീർണ കലകൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മെരിസ്റ്റമിക സസ്യകലകളിൽ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ. സോ മെരിസ്റ്റമിക കലകളും ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ ലഘുകലകളിലെ സങ്കീർണ കലകളെയും ഒരുമിച്ച് നമ്മൾ എന്താ വിളിക്കുക? സ്ഥിരകലകൾ എന്നാണ് വിളിക്കുക. എന്താണ്? സ്ഥിരകലകൾ. സോ ഈ സ്ഥിരകലകളെയാണ് എന്തൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നത്? ലഘുകലകളെന്നും സങ്കീർണ കലകൾ, അതായത് സിമ്പിൾ ടിഷ്യൂസ് എന്നും കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും പറഞ്ഞ് തിരിച്ചിട്ടുള്ളത്. ഇനി മെരിസ്റ്റമിക കലകൾ വേറെയുണ്ട്. മെരിസ്റ്റമിക കലകൾ, ഈ മെരിസ്റ്റമിക കലകൾ തന്നെ വിവിധ തരത്തിൽ പഠിക്കാനുണ്ട്. പാർശ്വം, പർവാന്തരം, അഗ്ര മെരിസ്റ്റം. ഓക്കെ. സോ ഇത്രയാണ് നിങ്ങൾക്ക് കലകൾ